ചെങ്ങന്നൂരിലെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 4 വശത്തും ഗോപുരങ്ങളുള്ള അതിവിശേഷമായ വലിയ ഒരു ക്ഷേത്രമാണ് ശ്രീ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. 108 ശിവാലയങ്ങളിലെ പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. മഹാദേവ ക്ഷേത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എങ്കിലും ദേവിക്ക് ഒരുപടി അധികം പ്രാധാന്യം ഉള്ള ക്ഷേത്രമാണ് ഈ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ക്ഷേത്ര കവാടത്തിന്റെ മുൻഭാഗത്തായിട്ട് നമുക്ക് കൂത്തമ്പലത്തറ കാണാം. കൂത്തമ്പലത്തറയോട് ചേർന്ന് ഭഗവാന് അഭിമുഖമായി നന്ദിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിനടുത്തായി തന്നെ ഏകദേശം 100 അടിയോളം പൊക്കമുള്ള സ്വർണ്ണ കൊടിമരവുമുണ്ട്. അതിന് മുൻപിലായി വലിയ ബലിക്കല്ല് നമുക്ക് കാണാവുന്നതാണ്. നല്ല മഴയാണ്, മഴ പെയ്യുന്നുണ്ട്. ശീവേലി, കാഴ്ച ശീവേലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാദേവൻ കിഴക്കോട്ട് തിരിഞ്ഞും പാർവതി ദേവി പടിഞ്ഞാട്ട് തിരിഞ്ഞുമാണ് ഇരിക്കുന്നത്. ദേവിയുടെ ആർത്തവകാലം ഉത്സവകാലമായി ആഘോഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ ആഘോഷം തൃപ്പൂത്ത് ആറാട്ട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മേൽശാന്തി ദേവിയുടെ ഉടയാടകൾ നിത്യവും പുതിയത് മാറ്റുമ്പോൾ പഴയ ഉടയാടകൾ ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിൽ വയ്ക്കും. ക്ഷേത്രകാരായ്മ അവകാശികളായ വാര്യർ സമുദായത്തിൽപ്പെട്ട വാര്യർ ഇവ പരിശോധിച്ച് ദേവി രജസ്വലയാണെന്ന് തോന്നുന്ന പക്ഷം താഴമൺ മഠത്തിലെ മുതിർന്ന അന്തർജനത്തിന് കാണിച്ച് ഉറപ്പുവരുത്തുകയും അവർ ക്ഷേത്രത്തിൽ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ദേവിയെ വടക്കേ മൂലയിലുള്ള തൃപ്പൂത്ത് അറയിലേക്ക് മാറ്റുന്നു. ഇതാണ് തൃപ്പൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. നല്ല മഴയാണ് കേട്ടോ. ഞാൻ കുടയൊന്നും എടുത്തിട്ടില്ല. ഇതോടെ ദേവിയുടെ ശ്രീകോവിലിന്റെ നട അടയ്ക്കുകയും മൂലവിഗ്രഹത്തിൽ ഈ സമയത്ത് പൂജകൾ നടത്തുകയും ചെയ്യാറില്ല. ദേവിയുടെ ശ്രീകോവിലിലെ വിഗ്രഹത്തിലെ ചൈതന്യം ശീവേലി വിഗ്രഹത്തിലേക്ക് ആവാഹിച്ച ശേഷം തൃപ്പൂത്തറയിലേക്ക് മാറ്റുന്നു. ഞാൻ മഴ നനയുന്നത് കണ്ടിട്ട് ദേവി എന്ന് പറയുന്നൊരു കുട്ടി എന്നെ കുടയിൽ നിർത്തിയിട്ടോ. അപ്പോൾ ഞങ്ങള് ഇതോടൊപ്പം തന്നെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും മഴ നനഞ്ഞുകൊണ്ട് തന്നെ പോകുന്നുണ്ട്. മുന്നിൽ പോകുന്നിടത്ത് കുടയൊക്കെ ഉണ്ട്. ദേവി രജസ്വലയായി കണ്ടതിന്റെ 4ാം പക്കമാണ് തൃപ്പൂത്ത് ആറാട്ട് നടത്തുന്നത്. ചുറ്റി തുടങ്ങിയാൽ 3 കംപ്ലീറ്റ് ആക്കണം അല്ലേ? ഞാനങ്ങനെ ചെയ്തത്. ചിലരങ്ങ് മാറി നിന്ന്. ഈ തൃപ്പൂത്ത് ആറാട്ട് എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താ? എല്ലാ മാസം സ്ത്രീകൾക്ക് വരത്തില്ലേ, ദേവിക്ക് വരും. ആണോ? മാസം അല്ല, ചിലപ്പം ഒരു സമയത്ത് ഇങ്ങനെ വരും. അപ്പൊ എടുത്ത് മാറ്റിയിരുത്തും. ഉത്സവം പോലെ. പിന്നെ അത് ശരി. പിന്നെ കുറെ ദിവസം മാറ്റിയിരുത്തിയിട്ട് പിന്നെ ആറാട്ട് കുളത്തിൽ കുളിപ്പിച്ചിട്ടൊക്കെ തിരിച്ചു കിട്ടണം. ഓ ശരി, അങ്ങനെയൊക്കെ ശരിക്കും ഉണ്ടല്ലേ? അത് തിരുമണി മാത്രമേ കാണത്തുള്ളൂ. വെള്ള പട്ടിന്റെ ഇതാ ദേവിയെ മൂടുന്നത്. അത് ചുമന്ന കളറിയിരിക്കും.
ഒരു ദിവസം നോക്കുമ്പോൾ. അത് ശരി. അപ്പൊ തൃപ്പൂത്തായെന്ന് മനസ്സിലാവും. ആ അങ്ങനെ എടുത്ത് മാറ്റി ഇരുത്തുന്ന ഒരു സ്ഥലമുണ്ട് തൃപ്പൂത്ത്. ഉം. മാറ്റിയിരിക്കും 7 ദിവസം. ആ, അതാണ് ഇവിടെ തൃപ്പൂട്ടായാലും മാറ്റിയിരിക്കുന്ന ചെറിയൊരു അമ്പലം, ഒരു റൂം മാതിരി അല്ലേ? പൂത്ത് ആറാട്ടിന്റെ അന്നേ ദിവസം, അതായത് 4-ാം ദിവസം രാവിലെ ക്ഷേത്രത്തിൽ നിന്നും ആനപ്പുറത്ത് ദേവിയെ എഴുന്നള്ളിച്ച് പമ്പാ നദിക്കരയിലെ മിത്രക്കടവിലെത്തിച്ച് ആറാട്ട് നടത്തുന്നു. പിന്നീട് ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ച് ശീവേലി വിഗ്രഹത്തിൽ നിന്നും മൂലവിഗ്രഹത്തിലേക്ക് ചൈതന്യം ആവാഹിക്കുന്നു. ഹരീന്ദ്ര ഹരിദ്ര. ആ, അതെന്തിനാ? ദേവിയെ ഭയങ്കര ദേവിക്ക് ഇഷ്ടമുള്ളതാണ്. നമുക്ക് ആഗ്രഹ സാഫല്യത്തിനൊക്കെ ചെയ്യാം. 12 ദിവസം ചെയ്യണം. 12 ദിവസം ചെയ്യണം. തൃപ്പൂത്തായിട്ട് അനുബന്ധിച്ച് ചെയ്യണം. ആ, തൃപ്പൂട്ടായിട്ട് അനുബന്ധിച്ച് ചെയ്യുന്നല്ലേ? ഹരിദ്ര. നാളെ പോകുമോ തിരിച്ചതോ? ഞാൻ 23-ാം തീയതി. ആദ്യമായിട്ട് വരണം അമ്പലത്തിൽ. ആദ്യമായിട്ട് വരണം. ആ, അതെ അതെ. അങ്ങനെ 3 ചുറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ദേവിയെ അകത്തേക്ക് ആനയിക്കുകയാണ് കേട്ടോ. നമുക്കും അകത്ത് പോയി തൊഴാം. അകത്ത് മൊബൈലൊന്നും പിന്നെ പറ്റത്തില്ല. 3 പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞ് ഈ പോകുന്ന ഗൗരിയുടെ കൂടെയാണ് കേട്ടോ ഞാൻ ഇത്ര നേരം കുടയിൽ നിന്നിരുന്നത്. ഇനി അകത്തേക്ക് പോവാണ്. പിന്നെ അകത്ത് മൊബൈൽ നമുക്ക് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. അവിടുത്തെ ശ്രീകോവിലിന്റെ പ്രത്യേകത, ഒരു ശിവലിംഗത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വയംഭൂവാണ് ഭഗവാൻ. അതോടൊപ്പം തന്നെ കരിങ്കല്ലിൽ തീർത്ത സ്വർണ്ണ താഴികക്കുടമുള്ള ശ്രീകോവിലാണ്. വൃത്താകൃതിയിലുള്ള ഈ ശ്രീകോവിലും മറ്റും പണിഞ്ഞത് പെരുന്തച്ഛനാണെന്നാണ് പറയുന്നത്. വേറെയും ഒരുപാട് ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. ഏതൊരു കുടുംബത്തിൻ്റെയും നട്ടെല്ലെന്ന് പറയുന്നത്, ആ കുടുംബത്തിലെ വിളക്കെന്ന് പറയുന്നത് ആ കുടുംബത്തിലെ സ്ത്രീ തന്നെയാണ്. സ്ത്രീയെ അമ്മയായി, ദേവിയായി ആരാധിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ ഹാർഷഭാരത സംസ്കാരം. തൻ്റെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്വത്തിൽ കർമ്മനിരതയാവുന്ന സ്ത്രീക്ക് ശാരീരികവും മാനസികവുമായി വേദന സഹിച്ച് ദുർബലമാവുന്ന ആർത്തവകാലത്ത് അവൾക്ക് വിശ്രമവും രക്ഷയും കരുതലും ഒരുക്കുന്നതിനും തുടർന്ന് ബഹുമാനവും സന്തോഷവും ശക്തിയും പകർന്ന് വീണ്ടും തേജസ്സുള്ളവളായി കർമ്മനിരതയാക്കുക എന്ന സന്ദേശം തന്നെയല്ലേ ദേവിയുടെ തൃപ്പൂത്ത് മഹോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ് ഉള്ള സമയം 7 മണിക്ക് കഴിഞ്ഞു. ഹായ് മൈ ഫ്രണ്ട്സ്, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ യുവർ വാച്ചിങ്. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.